ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 188 വാല്യം 4 താബോറിൽ നിന്ന് എൻഡോറിലേക്ക്. ഫലം പറച്ചിൽക്കാരന്റെ ഗുഹയിൽ യോഹന്നാനായി തീർന്ന ഫെലിക്സുമായി കൂടിക്കാഴ്ച. ഈശോയും അപ്പസ്തോലന്മാരും താബോർ മല പിന്നിട്ടു. അവരിപ്പോൾ ആ മലയ്ക്കും അതിന് അഭിമുഖമായി നിൽക്കുന്ന മറ്റൊരു മലയ്ക്കും ഇടയിലുള്ള സമതലത്തിൽ കൂടി നടക്കുകയാണ്. താബോർ മലയിൽ കയറിയതിന്റെ ബദ്ധപ്പാടുകളെപ്പറ്റി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊന്നും മുതിർന്നവർ ആ സംഭാഷണത്തിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരും സന്തോഷപൂർവ്വം അതിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നു. നല്ല സുഖകരമായ പ്രധാന നിരത്തിൽ അവർ ഇറങ്ങിക്കഴിഞ്ഞതിനാൽ ഇപ്പോൾ യാത്ര ക്ലേശകരമല്ല. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. അവർ രാത്രി സമയത്ത് താബോർ മലയുടെ താഴ്വരകളിൽ ആയിരുന്നതായി എനിക്ക് തോന്നുന്നു. അതാണ് എൻഡോർ. മറ്റേ പർവ്വതത്തിന്റെ ആദ്യത്തെ തട്ടിലുള്ള ഒരു പാവപ്പെട്ട ഗ്രാമത്തെ ചൂണ്ടിക്കൊണ്ട് ഈശോ പറഞ്ഞു. നിനക്ക് അവിടെ പോകണമെന്ന് യഥാർത്ഥമായും ആഗ്രഹമുണ്ടോ? അങ്ങ് എന്നെ ആനന്ദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്കറിയോത്ത പ്രതികരിച്ചു, അങ്ങനെയെങ്കിൽ നമുക്ക് പോകാം. എന്നാലും ഇത് കുറെയധികം അകലത്തിലല്ലേ? ബർത്തലോമിയോ ചോദിച്ചു. പ്രായാധിക്യം മൂലം നീണ്ട യാത്രകളിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഹേയ്, സാരമില്ല. എന്നാലും നിനക്ക് താല്പര്യമില്ലെങ്കിൽ വരേണ്ട, ഈശോ പറഞ്ഞു. അതെ, താങ്കൾ ഇവിടെ നിന്നോളൂ. ഗുരുവിനോടൊപ്പം ഞാൻ പൊയ്ക്കോളാം, യൂദാസ്കറിയോത്ത ഉടനെ പറഞ്ഞു. ഒരു തീരുമാനമെടുക്കും മുമ്പ് എനിക്ക് ഒരു കാര്യം അറിയണം. അവിടെ എന്താണ് കാണാനുള്ളത്? താബോർ മലയുടെ മുകളിൽ നിന്ന് നാം സമുദ്രം കണ്ടതാണ്. യോഹന്നാന്റെ പ്രഭാഷണം കേട്ട ശേഷം ഞാനത് വേണ്ടവണ്ണം ആദ്യമായി കണ്ടു. അവിടുന്ന് കാണും പോലെയാണ് ഞാനത് കണ്ടത്. അതായത് എന്റെ ഹൃദയം കൊണ്ട്. അവിടെ എന്താണ് പഠിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അഥവാ വല്ലതുമുള്ള പക്ഷം എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ വരാം, പത്രോസ് പറഞ്ഞു. നീ ഇത് കേട്ടോ? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നീ ഇതുവരെയും പറഞ്ഞില്ല. കൂട്ടുകാരോട് ദയ കാണിക്കുക. നിന്റെ ഉദ്ദേശ്യം ഇപ്പോൾ തന്നെ പറയുക, ഈശോ അഭ്യർത്ഥിച്ചു. ഫലം പറച്ചിൽക്കാരനെ കൊണ്ട് ഭാവി കാര്യങ്ങൾ പറയിക്കാൻ സാവൂൾ എൻഡോറിൽ പോയിട്ടില്ലേ? ഉണ്ട്, സാവൂൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഗുരു, അങ്ങ് അവിടെ ചെന്നിട്ട് സാവൂളിനെ പറ്റി പ്രസംഗിക്കുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനും വരാം, പത്രോസ് ഉത്സാഹപൂർവ്വം പറഞ്ഞു. പ്രധാന നിരത്ത് വിട്ട് ഒരു ഉപപാതയിലൂടെ അവർ അതിവേഗം നടന്നു. ആ വഴി നേരെ എൻഡോറിലേക്കുള്ളതാണ്. ഈശോ പറഞ്ഞതുപോലെ അതൊരു പാവപ്പെട്ട ഗ്രാമമാണ്. മലയുടെ തൂക്കായ ഭാഗങ്ങളിൽ വീടുകൾ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. തന്മൂലം ഗ്രാമത്തിന്റെ രൂപം തന്നെ കിഴുക്കാൻ തൂക്കായിട്ടാണ്. ദരിദ്രരായ ആളുകളാണ് അവിടുത്തെ താമസക്കാർ. മലഞ്ചെരിവുകളിലും ഓക്കുമരത്തോപ്പുകളിലും ആട് മേയ്ക്കുന്നവരാണ് താമസക്കാരിൽ അധികവുമെന്ന് തോന്നുന്നു. ബാർലി തുടങ്ങിയ ധാന്യങ്ങളുടെ ചില ചെറിയ വയലുകൾ ചുരുക്കമായി കാണാം. ആപ്പിൾ തോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും അങ്ങിങ്ങായി ഉണ്ട്. എന്നാൽ വീടിന് അലങ്കാരമായി മാത്രമേ മുന്തിരിച്ചെടി കാണാനുള്ളൂ. നനവ് കൂടുതലുള്ള പ്രദേശമാകയാൽ ഉള്ളവ തന്നെ കറുത്ത ഇനമാണ്. ഇനി ആ ഫലം പറച്ചിലുകാരന്റെ താമസം എവിടെയാണെന്ന് നമുക്ക് അന്വേഷിക്കാം, ഈശോ പറഞ്ഞു. അരുവിയിൽ നിന്ന് വെള്ളവും കൊണ്ട് വീട്ടിലേക്ക് പോയ ഒരു സ്ത്രീയെ തടഞ്ഞു നിർത്തി ചോദിച്ചു. അവൾ ജിജ്ഞാസാപൂർവ്വം ഈശോയെ നോക്കുകയും വിനയപൂർവ്വം ഇപ്രകാരം മറുപടി നൽകുകയും ചെയ്തു. എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്തരം നിസ്സാര കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറില്ല. എനിക്ക് പ്രധാനപ്പെട്ട വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവൾ പോയി മറഞ്ഞു. തടിപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു വൃദ്ധനോട് അവിടുന്ന് ഇക്കാര്യം ചോദിച്ചു. അയാളും ജിജ്ഞാസയോടെ തിരികെ ചോദിച്ചു. ഫലം പറച്ചിലുകാരനോ? സാവൂളോ? അവരെക്കുറിച്ചൊക്കെ ഇപ്പോൾ ആരാണ് അന്വേഷിക്കുക? എങ്കിലും അല്പം നിൽക്ക്. ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ അയാൾക്ക് അറിയാമായിരിക്കും. എന്റെ കൂടെ വരിക. ആ വൃദ്ധൻ ഒരു പാറയിലൂടെ കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി വളരെ ദരിദ്രവും വൃത്തിഹീനവുമായ ഒരു വീട്ടിലെത്തി. അയാൾ ഇവിടെയാണ് താമസിക്കുന്നത്.
ഞാൻ അകത്ത് പോയി അയാളെ വിളിച്ചുകൊണ്ടുവരാം. ആ വൃത്തികെട്ട മുറ്റത്തുകൂടി നടക്കുന്ന കോഴികളെ ചൂണ്ടിക്കൊണ്ട് പത്രോസ് പറഞ്ഞു. ഇയാൾ ഒരു ഇസ്രായേല്യനല്ലെന്ന് തോന്നുന്നു. എങ്കിലും അദ്ദേഹം തുടർന്ന് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. കാരണം ഒറ്റക്കണ്ണനായ ഒരാളോടൊപ്പം വൃദ്ധൻ മടങ്ങി വന്നു കഴിഞ്ഞിരുന്നു. അവിടെ കണ്ട മറ്റു വൃത്തികേടുകൾക്ക് യോജിച്ച വിധം ആ മനുഷ്യനും വൃത്തികെട്ടവനും കാഴ്ചയിൽ അന്തസ്സില്ലാത്തവനും ആയിരുന്നു. വൃദ്ധൻ പറഞ്ഞു, ഇതാ ഈ മനുഷ്യൻ പറയുന്നു, അത് ആ കാണുന്ന പൊളിഞ്ഞ വീടിന്റെ അപ്പുറത്താണെന്ന്. അങ്ങോട്ടൊരു വഴിയുണ്ട്. ഇടയ്ക്ക് ഒരു അരുവിയും കാടും ഗുഹകളുമുണ്ട്. മുകൾ ഭാഗത്തുള്ള ഒരു ഗുഹയിൽ തകർന്നടിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം. അതായിരിക്കാം അന്വേഷിക്കുന്നത്. എന്താ ശരിയല്ലേ? അല്ല, നിങ്ങൾക്ക് എല്ലാം തെറ്റിപ്പോയി. ഈ അപരിചിതരുടെ കൂടെ ഞാൻ കൂടി പോകാം. അയാളുടെ ശബ്ദം വളരെ പരുക്കനും വൃത്തികെട്ടതുമായിരുന്നു. അത് കേട്ടാൽ ആരുടെയും അശ്രദ്ധത വർദ്ധിക്കും. അയാൾ നടന്നു തുടങ്ങി. അങ്ങോട്ട് പോകേണ്ടതില്ലെന്ന് ഉപദേശിക്കേണ്ട തരത്തിൽ പത്രോസും പീലിപ്പോസും തോമായും ആവർത്തിച്ച് ആംഗ്യങ്ങൾ കാണിച്ചു. എന്നാൽ ഈശോ അതൊന്നും കണ്ടതായി ഭാവിച്ചില്ല. അവിടുന്ന് നടന്നുകൊണ്ടേയിരുന്നു. യൂദാസ് തൊട്ടു പിന്നിലും മനസ്സില്ലാ മനസ്സോടെ മറ്റ് ശിഷ്യന്മാർ അതിന്റെ പിന്നിലും നടന്നു. നിങ്ങൾ ഒരു ഇസ്രായേൽക്കാരനാണോ? ആ മനുഷ്യൻ ചോദിച്ചു. അതെ, ഞാൻ ഇസ്രായേൽക്കാരനാണ്. ഞാനും അങ്ങനെ തന്നെ, അഥവാ ഏകദേശം അങ്ങനെ തന്നെ. പക്ഷേ എന്നെ കണ്ടാൽ ആരും അങ്ങനെ പറയില്ല. ഞാൻ ഏറെക്കാലം വിദേശത്തായിരുന്നു. ഞാൻ അവിടെ വച്ച് പരിചയിച്ച പല ശീലങ്ങളും ഇവിടെയുള്ള വിഡ്ഢികൾ അംഗീകരിക്കുന്നില്ല. ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണ്. എന്നാൽ ഇവിടെയുള്ളവർ പറയുന്നത് ഞാൻ ഒരു പിശാചാണ് എന്നാണ്. കാരണം ഞാൻ ധാരാളം വായിക്കുന്നു, കോഴികളെ വളർത്തുന്നു, അവയെ റോമാക്കാർക്ക് വിൽക്കുന്നു, പച്ചമരുന്നുകൾ കൊണ്ട് ഞാൻ ആളുകളെ സുഖപ്പെടുത്തുന്നു. യൗവനകാലത്ത് ഒരു സ്ത്രീയുടെ പേരിൽ ഞാൻ ഒരു റോമാക്കാരനുമായി വഴക്കുണ്ടാക്കി. അന്ന് ഞാൻ സിൻഡയുമിലായിരുന്നു. ഞാൻ അയാളെ കുത്തി. അയാൾ ചത്തുപോയി. എന്റെ ഒരു കണ്ണും മുഴുവൻ സ്വത്തും നഷ്ടപ്പെട്ടു. എനിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. എന്നാൽ എനിക്ക് ചികിത്സ അറിയാമല്ലോ. ഞാൻ ഒരു കാവൽക്കാരന്റെ മകളെ സുഖപ്പെടുത്തി. അയാളുമായി സൗഹൃദം പിടിച്ച് എനിക്ക് കുറെ സ്വാതന്ത്ര്യം കിട്ടി. അതുപയോഗിച്ച് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ കാണിച്ചത് മോശമാണ്. കാരണം ഞാൻ ഓടിപ്പോയതുകൊണ്ട് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു കാണും. എങ്കിലും തടവുകാരനായ ഒരാൾക്ക് സ്വാതന്ത്ര്യം അത്രയ്ക്ക് മഹത്തായതാണ്. അതിനുശേഷം അത് അത്രയ്ക്ക് മഹത്തായതല്ലല്ലോ? അല്ല, എന്നാൽ ജയിലിൽ ഒരാൾ ഒറ്റയ്ക്കേയുള്ളൂ. അഥവാ ആരെങ്കിലും അടുത്തു വന്നാൽ അവർ വെറുപ്പോടെയാണ് പെരുമാറുക. അവരുടെ സാമീപ്യത്തേക്കാൾ നല്ലത് ഏകാന്തത തന്നെയാണ്. അങ്ങ് തത്വശാസ്ത്രം പഠിക്കുന്നുണ്ടോ? സിൻഡയൂമിൽ വച്ച് ഞാൻ ഒരു അധ്യാപകനായിരുന്നു. ഞാൻ മതപരിവർത്തനം ചെയ്ത ഒരാളായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ആരുമല്ല. ജീവിത യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിക്കും. ഞാൻ മറ്റുള്ളവരെ വെറുക്കുന്നു, മറ്റുള്ളവർ എന്നെയും. ആരാണ് നിങ്ങളെ വെറുക്കുന്നത്? എല്ലാവരും. അതിൽ ആദ്യത്തേത് ദൈവം തന്നെ. എന്റെ ഭാര്യ എന്നോട് അവിശ്വസ്തത പുലർത്താനും എന്നെ നശിപ്പിക്കാനും ദൈവം അനുവദിച്ചു. സ്വതന്ത്രനും ബഹുമാന്യനുമായിരുന്ന എന്നെ കുറ്റവാളിയും ആയുഷ്കാല തടവുകാരനുമാക്കുവാൻ ദൈവം ഇടവരുത്തി. ദൈവം എന്നെ ഉപദ്രവിച്ചു. മനുഷ്യരും എന്നോട് നീതി കാണിച്ചില്ല. ദൈവവും മനുഷ്യരും കൂടി എന്നെ നശിപ്പിച്ചു. എനിക്കിനി ബാക്കിയില്ല. അയാൾ നെറ്റിയിലും നെഞ്ചിലും ഇടിച്ചു. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, കൂടാതെ എന്റെ ഈ തലയിൽ എന്റെ ചിന്തകളുണ്ട്, എന്റെ അറിവുണ്ട്. അവിടെ അതല്ലാതെ മറ്റൊന്നും ഇല്ല. അയാൾ പുച്ഛത്തോടെ തുപ്പി. നിങ്ങൾക്ക് തെറ്റിപ്പോയി. അവിടെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്താണ്? ഓർമ്മയും വിദ്വേഷവും. അവയെ നീക്കം ചെയ്യുക, പൂർണ്ണമായും ശൂന്യമാക്കുക. അപ്പോൾ അവിടെ നിറയ്ക്കുന്നതിന് ഞാൻ മറ്റു ചിലത് പുതുതായി തരാം. എന്ത്?
സ്നേഹം. ഹഹഹ, അങ്ങനെ ചിരിപ്പിക്കുകയാണല്ലോ. മനുഷ്യ, കഴിഞ്ഞ 35 വർഷമായി ഞാൻ ചിരിച്ചിട്ടില്ല. റോമാക്കാരനായ വീഞ്ഞു കച്ചവടക്കാരനുമായി സ്നേഹത്തിലായ അവൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നതിന് എന്റെ പക്കൽ തെളിവുണ്ട്. സ്നേഹം, എന്നോടുള്ള സ്നേഹം, അത് ഞാൻ എന്റെ കോഴികൾക്ക് രത്നങ്ങൾ വാരി എറിഞ്ഞു കൊടുക്കുന്നത് പോലെയാണ്. കോഴികൾ കൊത്തി വിഴുങ്ങുന്ന രത്നങ്ങൾ മലത്തിൽ കൂടി പുറത്തു പോയില്ലെങ്കിൽ ദഹനക്കേടുകൊണ്ട് അവ ചത്തുപോവുകയേയുള്ളൂ. എനിക്കും അത് തന്നെ സംഭവിക്കും. അങ്ങയുടെ സ്നേഹം എനിക്ക് ദഹിക്കുകയില്ലെങ്കിൽ അതെനിക്കൊരു ഭാരമായി തീരുകയേയുള്ളൂ. അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. ഈശോ തന്റെ കൈ അയാളുടെ തോളിൽ വച്ചു. അയാൾ അഗാധമായും പരസ്യമായും പശ്ചാത്തപിച്ചു. അയാൾ തന്റെ ഒറ്റ കണ്ണുകൊണ്ട് ഈശോയെ നോക്കി. ഏറ്റവും മനോഹരവും സുന്ദരവുമായ ആ മുഖം അയാളെ മൂകനാക്കി. തന്റെ സംഭാഷണ ശൈലി മാറ്റാനുള്ള ശ്രമത്തിലാണ് അയാളെന്ന് തോന്നുന്നു. മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഭാവം മാറി. അയാൾ ഗൗരവം ആർജിക്കുകയും ശരിക്കും ദുഃഖിതനായി തീരുകയും ചെയ്തു. അയാൾ തല കുനിച്ച് വ്യത്യസ്തമായ ഒരു ശബ്ദത്തിൽ ചോദിച്ചു, "അങ്ങ് ആരാണ്?" "നസ്രായനായ ഈശോ മിശിഹ." "അങ്ങ്?" "അതെ, ഞാൻ തന്നെ." "നീ ഇത്രയധികം വായിച്ചിട്ടും എന്നെപ്പറ്റി അറിഞ്ഞുകൂടെ?" "എനിക്കറിയാം, എന്നാൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു." "സർവോപരി എല്ലാവരോടും നന്മ പ്രവർത്തിക്കുന്നവനാണ് അങ്ങെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, കൊലയാളികളോട് പോലും." "ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് ക്ഷമിക്കുക. ദൈവത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ. എനിക്ക് സ്നേഹം തരാൻ അങ്ങ് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. എന്തെന്നാൽ സ്നേഹം കൂടാത്ത ലോകം നരകമാണ്. അതിനെ ഒരു പറുദീസയാക്കി തീർക്കാനാണ് മിശിഹായായ അങ്ങ് ആഗ്രഹിക്കുന്നത്. ഓരോ ഹൃദയത്തിലും ഓരോ പറുദീസയുണ്ട്. നിന്നെ ദുഷ്ടനാക്കി തീർക്കുന്ന നിന്റെ ഓർമ്മയും വിദ്വേഷവും എനിക്ക് തരിക. അതിന് പകരമായി നിന്റെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് ഞാൻ നിറയ്ക്കാം." "ഹാ, അങ്ങയെ ഞാൻ എത്ര നേരത്തെ അറിയേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ ആ കൊല ചെയ്യുന്ന കാലത്ത് അങ്ങ് തീർച്ചയായും ജനിച്ചു കാണുകയില്ല. എങ്കിലും പിന്നീട് കാട്ടിലെ ഒരു പാമ്പെന്നവണ്ണം ഞാൻ സ്വതന്ത്രനായപ്പോൾ ഞാൻ ജീവിച്ചത് എന്റെ വിദ്വേഷമാകുന്ന വിഷം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ്. എന്നാൽ നിങ്ങൾ ചില നല്ല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ടല്ലോ. പച്ചമരുന്നുകൾ കൊണ്ട് നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തിയതായി പറഞ്ഞില്ലേ?" "അതെ, പറഞ്ഞു. അത് ആളുകൾ എന്നെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള അഭിലാഷങ്ങളിൽ നിന്നും പിന്തിരിയുവാൻ ഞാൻ എത്രയോ തവണ പോരാടി നോക്കി. ഞാൻ ഇവിടെ അഭയം തേടിയത് ഇത് ലോകത്താൽ അവഗണിക്കപ്പെട്ടതും ലോകത്തെ അവഗണിക്കുന്നതുമായ ഒരു സ്ഥലമാണ്. ഇതൊരു ശപിക്കപ്പെട്ട പ്രദേശമാണ്. മറ്റു സ്ഥലങ്ങളിൽ ഞാൻ മറ്റുള്ളവരെ വെറുക്കുകയും ചെയ്തിരുന്നു. മറ്റുള്ളവർ എന്നെ തിരിച്ചറിയുമോ എന്നതായിരുന്നു എന്റെ പേടി. എന്നാലും ഞാൻ ഒരു ദുഷ്ടൻ തന്നെ. ജയിലിലെ കാവൽക്കാരനെ വഞ്ചിച്ചതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങളിൽ ഇപ്പോഴും കുറെ നന്മ ബാക്കിയുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഒരു ദുഷ്ടനല്ല. ആർക്കും സുഖമാക്കാൻ കഴിയാതിരുന്ന ഒരു വലിയ വ്രണം നിങ്ങൾക്കുണ്ട്. അത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. മുറിവിൽ നിന്നും രക്തം എന്നതുപോലെ അതിലൂടെ നിങ്ങളുടെ നന്മ ഒഴുകിപ്പോകുന്നു. എന്നാൽ നിങ്ങളുടെ മുറിവുണക്കാനും നിങ്ങളെ സുഖപ്പെടുത്താനും ആർക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങളുടെ നന്മ വർദ്ധിക്കും. അല്ലയോ എന്റെ സഹോദരാ, അപ്പോൾ അത് രൂപം കൊള്ളുന്ന ഉടനെ നഷ്ടപ്പെട്ടു പോവുകയില്ല." ആ മനുഷ്യൻ തലകുനിച്ച് നിന്ന് കരഞ്ഞു. തന്റെ കണ്ണുകൾ മറച്ചു പിടിക്കുവാൻ അയാൾ ശ്രമിച്ചു. അയാളോട് ചേർന്ന് നടന്നിരുന്ന ഈശോ മാത്രമേ അത് കണ്ടിരുന്നുള്ളൂ. ഈശോ അത് കണ്ടെങ്കിലും അതേപ്പറ്റി യാതൊന്നും പറയുകയുണ്ടായില്ല. അങ്ങനെ അവർ ഒരു പർവ്വത ഗുഹയുടെ അടുത്തെത്തി. ആ മനുഷ്യൻ തന്റെ ശബ്ദം സാധാരണ നിലയിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, "ഇതാണ് ആ സ്ഥലം. വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തു പോകാം." "എന്റെ സുഹൃത്തേ, നന്ദി. നല്ലവനായിരിക്കുക."
ആ മനുഷ്യൻ യാതൊന്നും പറയാതെ അവിടെ തന്നെ നിന്നു. ഈശോയും അപ്പസ്തോലന്മാരും വലിയ പാറകൾ കടന്ന് അതിന്റെ ഉള്ളിലേക്ക് പോയി. ആ പാറകൾ ഗുഹയുടെ ബലമുള്ള ഭിത്തികളായി ഉപയോഗിച്ചിരുന്നവ ആയിരിക്കാം. വലിയ പച്ചപ്പല്ലികളെയും മറ്റു വൃത്തികെട്ട ക്ഷുദ്രജീവികളെയും ഇളക്കി വിട്ടുകൊണ്ട് അവർ പുക മൂടിയ ആ ഗുഹയിൽ പ്രവേശിച്ചു. രാശിമണ്ഡലം തുടങ്ങിയ ചിഹ്നങ്ങൾ ഇപ്പോഴും ഭിത്തിയിൽ കാണാം. പുക കൊണ്ട് കറുത്ത ഒരു മൂലയ്ക്ക് ഒരു ദ്വാരം കാണുന്നു. അവിടം ഒരു പ്രതിമ ഇരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. മേൽക്കൂരയിൽ വവ്വാലുകൾ കൂട്ടം കൂട്ടമായി തൂങ്ങിക്കിടപ്പുണ്ട്. ജെയിംസ് അല്പം വെളിച്ചത്തിനു വേണ്ടി അല്പം തീ കത്തിച്ചത് സഹിക്കാനാകാതെ ഒരു മൂങ്ങ ചിറകിട്ടടിച്ച് ബഹളമുണ്ടാക്കി. അത് ഒരു പുനത്തിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ചത്ത എലികളുടെയും കീരികളുടെയും പക്ഷികളുടെയും ദുർഗന്ധവും അവിടെ ഉണ്ടായിരുന്നു. അവയുടെ ചീഞ്ഞഴുകിയ ശരീരങ്ങളും മലമൂത്രങ്ങളും നനഞ്ഞ മണ്ണും എല്ലാം കൂടി അവിടം ഏറ്റവും വൃത്തികേടായി കിടക്കുകയാണ്. ഇത് ശരിക്കും ആകർഷകമായ ഒരു സ്ഥലമാണല്ലോ, പത്രോസ് പറഞ്ഞു. നിന്റെ താബോറും നിന്റെ കടലും ഇതിലും മെച്ചമാണ്. ഗുരു ഉടൻ തന്നെ യൂദാസിനെ തൃപ്തിപ്പെടുത്തിയാലും ഇത് അന്തിപ്പായുടെ കൊട്ടാരശാല ഒന്നും അല്ലല്ലോ, പത്രോസ് ഈശോയോട് പറഞ്ഞു. തീർച്ചയായും. യൂദാസ്, ഇവിടെ നിന്നും നിനക്ക് എന്താണ് അറിയാനുള്ളത്? കർത്താവ് ചോദിച്ചു. കൊള്ളാം, എനിക്കറിയേണ്ടത് സാവൂൾ ഇവിടെ വന്ന് പാപം ചെയ്തുവോ എന്നും അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് എന്തിനായിരുന്നു എന്നുമാണ് എനിക്കറിയേണ്ടത്. മരിച്ചുപോയ ഒരാളെ മന്ത്രശക്തി കൊണ്ട് വിളിച്ചു വരുത്തുവാൻ ഒരു സ്ത്രീക്ക് കഴിയുമോ എന്നും എനിക്കറിയണം. കൂടാതെ മറ്റൊന്നുകൂടി എനിക്ക് അറിയാനുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, അങ്ങ് സംസാരിച്ചു തുടങ്ങുക. അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു കൊള്ളാം. അതൊരു നീണ്ട കഥയാണ്. കുറഞ്ഞപക്ഷം വെളിയിലെ പാറപ്പുറത്ത് പോയിരുന്ന് സൂര്യപ്രകാശം ഏൽക്കുവാൻ ഞങ്ങളെ അനുവദിക്കുക. ഈ ഈർപ്പത്തിൽ നിന്നും ദുർഗന്ധത്തിൽ നിന്നും ഞങ്ങൾ ഒന്ന് മാറി നിൽക്കട്ടെ, പത്രോസ് അപേക്ഷിച്ചു. ഈശോ അത് അനുവദിച്ചു. അവർ പുറത്തിറങ്ങി ഭിത്തികളുടെ അവശിഷ്ടങ്ങളായ പാറകളിൽ സുഖമായി ഇരുന്നു. സാവൂളിന്റെ പാപം അയാളുടെ അനവധി പാപങ്ങളിൽ ഒന്നു മാത്രമാണ്. അതിനു മുമ്പും പിമ്പും അയാൾ പാപം ചെയ്തിരുന്നു. അവയെല്ലാം ഗുരുതരമായ പാപങ്ങളും ആയിരുന്നു. തന്നെ രാജാവാക്കി വാഴിച്ച സാമുവേലിനോട് അയാൾ രണ്ടിരട്ടി നന്ദികേട് കാണിച്ചു. അതേ തുടർന്ന് ജനങ്ങൾക്ക് രാജാവിനെ ആദരിക്കുന്നതിൽ പങ്കുപറ്റാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒളിവിൽ പോയി. ഗോലിയാത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുകയും എൻഗേഡി, ഹച്ചില എന്നീ ഗുഹകളിൽ വച്ച് തന്നെ വെറുതെ വിടുകയും ചെയ്ത ദാവീദിനോട് സാവൂൾ എത്രയോ ഇരട്ടിയാണ് നന്ദികേട് കാണിച്ചത്. അയാൾ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ച് അനവധി പാപങ്ങൾ ചെയ്യുകയും ജനങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്തു. തന്റെ സഹായിയായിരുന്ന സാമുവേലിനെ അയാൾ നിഷ്കരുണം കഷ്ടപ്പെടുത്തി. അസൂയ മൂലം ദാവീദിന്റെ ജീവന്റെ മേൽ കൈവയ്ക്കുവാൻ അയാൾ പരിശ്രമിച്ചു. കാരണം സാമുവേൽ ദാവീദിനെയും സഹായിച്ചിരുന്നു. ഒടുവിൽ അയാൾ ഇവിടെ വച്ചും ഒരു പാപം ചെയ്തു. ആർക്കെതിരായിട്ടാണ്? അയാൾ ഇവിടെ വച്ച് ആരെയും കൊന്നില്ലല്ലോ. അയാൾ തന്റെ ആത്മാവിനെ കൊന്നത് ഇവിടെ വച്ചാണ്. ഇവിടെ വച്ച് അയാൾ അത് പൂർത്തിയാക്കി. എന്തിനാണ് നീ നിന്റെ തല കുനിക്കുന്നത്? ഗുരു, ഞാൻ ആലോചിക്കുകയാണ്. നീ ആലോചിക്കുകയാണ്. എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. നീ എന്തിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്? നീ ഇവിടെ വരാൻ ആഗ്രഹിച്ചത് എന്തിനാണ്? ഇത് ഒരു പണ്ഡിതന്റെ ജിജ്ഞാസ മാത്രമല്ലെന്ന് നീ അംഗീകരിക്കണം. മന്ത്രവാദികൾ, ഫലം പറച്ചിലുകൾ, ഉയിർത്തെഴുന്നേറ്റ ആത്മാക്കൾ മുതലായവയെപ്പറ്റി ആരെങ്കിലുമൊക്കെ എപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇതേപ്പറ്റി എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നറിയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇത് എങ്ങനെ സാധിക്കുന്നു എന്നും എനിക്കറിയണം. ജനങ്ങളെ അത്ഭുതപ്പെടുത്താൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരായ നാം എങ്ങനെയെങ്കിലും ഫലം പറയാൻ കൂടി പഠിക്കണം എന്നെനിക്ക് തോന്നുന്നു. അങ്ങാണ്. സ്വന്തം ശക്തിയാൽ അങ്ങ് കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളാണെങ്കിൽ ശക്തി ചോദിച്ചു വാങ്ങണം.
അത്യാവശ്യമുള്ള അത്ഭുതകൃത്യങ്ങൾ ചെയ്യാൻ പോലും ഇത് ആവശ്യമാണ്. നിനക്ക് ഭ്രാന്തുണ്ടോ? നീ എന്താണ് പറയുന്നത്? പലരും വിളിച്ചു ചോദിച്ചു. മിണ്ടാതിരിക്കൂ, അവൻ സംസാരിക്കട്ടെ. അവന് ഭ്രാന്തില്ല. അതെ, ഇവിടെ വരുന്നതിലൂടെ പഴയ കാലത്തെ അല്പം മന്ത്രവാദം കരസ്ഥമാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതെന്നെ മിടുക്കനും മഹാനുമാക്കും. അങ്ങയുടെ താല്പര്യത്തിനു വേണ്ടി ഞാൻ പറയുകയാണ്. എന്നെ വിശ്വസിക്കൂ. നിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം ആത്മാർത്ഥമാണെന്ന് എനിക്കറിയാം. എന്നാൽ നിത്യവചനങ്ങൾ കൊണ്ടേ ഞാൻ ഇതിന് മറുപടി പറയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവ ബൈബിളിൽ നിന്നുള്ള വചനങ്ങളാണ്. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം ബൈബിൾ നിലനിൽക്കും. വിശ്വാസത്തോടെ ആയാലും പരിഹാസത്തോടെ ആയാലും സത്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ആയാലും ആളുകൾ അതിനെ സമീപിക്കും. അങ്ങനെ അത് എന്നെന്നും നിലനിൽക്കും. ബൈബിളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. വൃക്ഷത്തിലെ പഴം തിന്നാനും കാണാനും കൊള്ളാമെന്ന് ഹൗവ മനസ്സിലാക്കി. അതെടുത്ത് തിന്നുകയും കുറച്ച് തന്റെ ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണ് എന്ന് അവർ മനസ്സിലാക്കി. അവർ തന്നെത്താൻ അരവസ്ത്രങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ നഗ്നരാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നിഷിദ്ധമായ ഫലം തിന്നതുകൊണ്ട് മാത്രമാണത്. ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നും അവരെ പുറത്താക്കി. സാമുവേലിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ശമൂവേൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാണ് മന്ത്രവാദികൾ പ്രയോഗിച്ച് എന്നെ ശല്യപ്പെടുത്തുന്നത്? ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നതിനാൽ നീ എന്തിനാണ് എന്നോട് കൂടിയാലോചന നടത്തുന്നത്? ഞാൻ പറഞ്ഞതുപോലെ ദൈവം നിന്നെ കൈകാര്യം ചെയ്തുകൊള്ളും. എന്തുകൊണ്ടെന്നാൽ നീ ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കുകയുണ്ടായില്ല. മകനെ, നിഷിദ്ധമായ ഫലത്തിലേക്ക് കൈ നീട്ടാതെ ഇരിക്കൂ. അതിന്റെ അടുത്ത് പോകുന്നത് പോലും അവിവേകമാണ്. അതീവ ലൗകികമായ കാര്യങ്ങളിൽ ജിജ്ഞാസ വയ്ക്കാതിരിക്കൂ. അതിന്റെ പൈശാചികമായ വിഷം ഏൽക്കാതെ ഒഴിഞ്ഞു നിൽക്കൂ. ഗൂഢവും വിശദീകരണക്ഷമവും അല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കൂ. വിശുദ്ധമായ വിശ്വാസത്തോടുകൂടി ഒരേയൊരു കാര്യം മാത്രം അംഗീകരിക്കൂ, അതായത് ദൈവത്തെ. ദൈവം ഇല്ലാത്തതിനെ, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയാത്തതിനെ, മനുഷ്യന്റെ ശക്തി കൊണ്ട് ചെയ്യാൻ കഴിയാത്തതിനെ ഒഴിവാക്കൂ. അല്ലാത്ത പക്ഷം തിന്മയുടെ വാതിലുകൾ നിന്റെ നേരെ തുറക്കുകയും നീ നഗ്നനാണെന്ന് നിനക്ക് ബോധ്യം വരികയും ചെയ്യും. നിന്റെ മനുഷ്യത്വം അകന്നുപോയി നിന്നിൽ പൈശാചികത്വം പ്രവേശിക്കുന്നതിനെയാണ് നഗ്നത സൂചിപ്പിക്കുന്നത്. അന്ധകാരത്തിന്റെ ജാലവിദ്യകൾ കൊണ്ട് ആളുകളെ അത്ഭുതപ്പെടുത്തുവാൻ നീ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ പോലെ പ്രകാശമാനമായ പരിശുദ്ധി കൊണ്ട് ആളുകളെ അത്ഭുതപ്പെടുത്താൻ നീ പരിശ്രമിക്കുക. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും തമ്മിൽ വേർപെടുത്തുന്ന ആവരണം വലിച്ചു കീറാൻ നീ ശ്രമിക്കാതിരിക്കുക. മരിച്ചുപോയവരെ ശല്യപ്പെടുത്താതിരിക്കുക. അവരിൽ വിവേകശാലികൾ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുക. അവരുടെ മരണശേഷവും അവരുടെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് അവരെ ആദരിക്കുക. എന്നാൽ അവരുടെ രണ്ടാമത്തെ ജീവിതത്തിൽ ശല്യമുണ്ടാക്കരുത്. ദൈവത്തെ അനുസരിക്കാത്തവന് ദൈവത്തെ നഷ്ടപ്പെടുന്നു. മന്ത്രവാദം, പ്രേതങ്ങളെ കൊണ്ട് ഭാവി ഫലം പറയിക്കൽ തുടങ്ങി പൈശാചികമായ എല്ലാ പ്രവൃത്തികളും ദൈവം നിരോധിച്ചിട്ടുണ്ട്. വചനമായ ഞാൻ നിന്നോട് പറയുന്നതിലും അധികം നിനക്കിനി എന്താണ് അറിയേണ്ടത്? നന്മ പ്രവർത്തിക്കുക എന്നതിലധികമായും എന്റെ ശക്തി കൊണ്ട് ചെയ്യാവുന്നതിലധികമായും നിനക്കിനി എന്താണ് ചെയ്യേണ്ടത്? മകനെ, നീ പാപം ചെയ്യാൻ ആഗ്രഹിക്കാതിരിക്കുക. നേരെ മറിച്ച് പരിശുദ്ധി കൈവരിക്കാൻ ആഗ്രഹിക്കുക. ആത്മസംയമനം കൈവിടാതിരിക്കുക. നിന്റെ മാനുഷികത്വം വെളിപ്പെടുത്തിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ധാരാളം ആളുകൾ, അതെ, വളരെയധികം ആളുകൾ നീ ആഗ്രഹിച്ചതൊക്കെ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്നിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതിനു വേണ്ടി ഉള്ള നിന്റെ ഈ അഭിലാഷം മഹത്തരമാണ്. അത് മനുഷ്യത്വത്തിന്റെ ഒരു വലിയ ഭാരം കുറയ്ക്കുകയും അതിന് ചിറകുകൾ നൽകുകയും ചെയ്യുന്നു. എന്നാൽ ആ ചിറകുകൾ ഒരു രാപ്പക്ഷിയുടേതാണ്. എന്റെ പ്രിയപ്പെട്ട യൂദാസ്,
സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന നിന്റെ ആത്മാവിന്റെ മാലാഖയുടെ ചിറകുകൾ നീ അണിയൂ. അവയുടെ ചലനം സൃഷ്ടിക്കുന്ന ചെറിയ കാറ്റിലൂടെ നിനക്ക് ഹൃദയങ്ങളെ ആകർഷിക്കുവാനും അവയെ ദൈവത്തിലേക്ക് നയിക്കുവാനും കഴിയും. ഇനി നമുക്ക് പോകരുതോ? അതെ ഗുരോ, എനിക്ക് തെറ്റിപ്പോയി. ഇല്ല, കാര്യങ്ങൾ അന്വേഷിക്കുക മാത്രമായിരുന്നു. ലോകത്തിൽ ഇത്തരം കാര്യങ്ങൾ ധാരാളം കാണും. വരൂ, വൃത്തികെട്ട ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. ഏതാനും ദിവസങ്ങൾക്കകം പെസഹ വരും. അത് കഴിഞ്ഞാൽ നമുക്ക് നിന്റെ അമ്മയുടെ അടുത്ത് പോകാം. നിന്റെ പരിശുദ്ധയായ അമ്മയെയും നിന്റെ നല്ല വീടിനെയും നിന്റെ ഓർമ്മയിൽ ഞാൻ കൊണ്ടുവരാം. നിനക്ക് എത്ര സമാധാനകരമായിരിക്കും. സാധാരണ പോലെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയും അവർക്ക് ഗുരു നൽകിയ പ്രശംസയും യൂദാസിനെ സന്തോഷിപ്പിച്ചു. വൃത്തികെട്ട ആ സ്ഥലത്ത് നിന്ന് അവർ പുറത്തിറങ്ങി. നേരത്തെ വന്ന വഴിയിലൂടെ അവർ തിരികെ നടന്നു. അപ്പോഴും ആ ഒറ്റക്കണ്ണൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നോ? കരഞ്ഞു തുടുത്തിരുന്ന അയാളുടെ മുഖം താൻ കണ്ടില്ലെന്ന് ഭാവിച്ചുകൊണ്ട് ഈശോ ചോദിച്ചു. അതെ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അങ്ങ് അനുവദിച്ചാൽ ഞാൻ അങ്ങയെ പിന്തുടരാം. എനിക്ക് അങ്ങയോട് ചിലത് പറയാനുണ്ട്. അങ്ങനെയെങ്കിൽ എന്റെ കൂടെ വരിക. നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ഈശോയെ, സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശക്തി എനിക്ക് ലഭിക്കുന്നതിന് ദിവ്യമായ മാന്ത്രിക പരിവർത്തനം അങ്ങ് എന്നിൽ വരുത്തിയതായി ഞാൻ കാണുന്നു. സാവൂളിനു വേണ്ടി ഫലം പറച്ചിലുകാരൻ സാമുവേലിനെ ഉയർപ്പിച്ചതുപോലെ എന്റെ മരിച്ച ആത്മാവിനെ അങ്ങ് ഉയർപ്പിച്ചു. അങ്ങയുടെ കണ്ണുകൾ പോലെ മധുരകരവും ശബ്ദം പോലെ പരിശുദ്ധവുമായ അങ്ങയുടെ നാമം ഞാൻ ഏറ്റുപറയും. അങ്ങ് എനിക്കൊരു പുതിയ ജീവൻ തന്നു. പ്രയാസമേറിയ ഒരു പ്രസവത്തിലൂടെ ജന്മം കൊണ്ട ഒരു നവജാത ശിശുവിന്റെ കാര്യത്തിൽ എന്ന പോലെ എന്റെ ജീവിതത്തിന് രൂപവും ശക്തിയും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അത് ഇപ്പോഴും പഴയ ദുശീലങ്ങളുടെ സമ്മർദ്ദവുമായി സമരത്തിലാണ്. എന്റെ മരണത്തിൽ നിന്നും പുറത്തു വരാൻ എന്നെ സഹായിക്കൂ. അതെ എന്റെ സുഹൃത്തേ, ഞാൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് ഇപ്പോഴും എന്നിൽ കുറെ മനുഷ്യത്വം ബാക്കി നിൽക്കുകയാണ്. ഞാൻ പൂർണ്ണമായും ഒരു മൃഗമല്ല. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവും ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടാനുമുള്ള കഴിവും ഇപ്പോഴും എനിക്കുണ്ട്. അങ്ങയുടെ സ്നേഹം, അത് ക്ഷമ തന്നെയാണല്ലോ, എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ സുഹൃത്തേ. അങ്ങനെയെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകൂ. എന്റെ പേര് ഫെലിക്സ് എന്നായിരുന്നു. ഇത് എന്തൊരു വിധി വൈപരീത്യമാണ്. എങ്കിലും എനിക്കൊരു പുതിയ പേര് തരൂ. അങ്ങനെ എന്റെ ഭൂതകാലം മരിക്കട്ടെ. അവസാനമായി ഒരു യജമാനനെ കണ്ടെത്തിയ തെരുവ് നായയെ പോലെ ഞാൻ അങ്ങയെ പിന്തുടർന്നു കൊള്ളാം. അങ്ങ് ആഗ്രഹിക്കുന്ന പക്ഷം ഞാൻ അങ്ങയുടെ അടിമയായിരുന്നു കൊള്ളാം. എന്നാൽ അങ്ങ് എന്നെ ഒറ്റയ്ക്ക് വിട്ടു കളയരുത്. അതെ എന്റെ സുഹൃത്തേ. അങ്ങ് എന്ത് പേരാണ് എനിക്ക് തരാൻ പോകുന്നത്? എനിക്ക് പ്രിയപ്പെട്ട ഒരു പേര് യോഹന്നാൻ. എന്തുകൊണ്ടെന്നാൽ ദൈവം നൽകിയ കൃപയാണ് നിങ്ങൾ. അങ്ങ് എന്നെ കൂടെ കൊണ്ടുപോകുമോ? അതെ, തൽക്കാലത്തേക്ക്. പിന്നീട് നിനക്ക് എന്റെ ശിഷ്യന്മാരെ പിന്തുടരാം. പക്ഷെ നിന്റെ വീടിന്റെ കാര്യം എങ്ങനെയാണ്? ഇനി എനിക്ക് വീടില്ല. എനിക്കുള്ളത് ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. എനിക്ക് സ്നേഹവും അപ്പവും തന്നാലും. വരൂ. ഈശോ അപ്പൊസ്തലന്മാരെ വിളിച്ചു. അവിടുന്ന് പറഞ്ഞു, സുഹൃത്തുക്കളെ, വിശേഷിച്ചും യൂദാസേ, ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങളിലൂടെയാണ് യൂദാസേ, നിങ്ങൾ എല്ലാവരിലൂടെയുമാണ് ഒരു ആത്മാവ് ദൈവത്തിലേക്ക് വരുന്നത്. ഇതാ ഇവിടെ ഒരു പുതിയ ശിഷ്യൻ. ഇയാൾ നമ്മുടെ കൂടെ വരികയാണ്. നമ്മുടെ സഹോദരന്മാരായ ശിഷ്യന്മാർക്ക് ഇയാളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുവരെയും ഇയാൾ നമ്മെ അനുഗമിക്കും. ഒരു ഹൃദയത്തെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ നിങ്ങൾ സന്തോഷിക്കുക. എന്നോടൊപ്പം ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുക. എങ്കിലും ആ 12 പേരും ഇതിൽ അത്ര സന്തുഷ്ടരായി കാണപ്പെട്ടില്ല. എന്നാൽ അനുസരണയുടെയും കാരുണ്യത്തിന്റെയും പേരിൽ അവർ അയാളെ സ്വീകരിച്ചു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ മുന്നിൽ നടക്കാം.
എന്റെ വീട്ടുപടിക്കൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. ശരി, പോയിക്കൊള്ളുക. അയാൾ ഓടിപ്പോയി. അയാൾ മറ്റൊരാളായി മാറിയ മട്ടുണ്ട്. ഇപ്പോൾ നാം തനിച്ചേ ഉള്ളല്ലോ. ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന തരുന്നു. ഇത് ഒരു കൽപ്പന തന്നെയാണ്. അയാളോട് കരുണ കാണിക്കണം. അയാളുടെ ഭൂതകാലത്തെപ്പറ്റി ആരോടും പറഞ്ഞു പോകരുത്. രക്ഷിക്കപ്പെട്ട ആ സഹോദരനോട് ദയയില്ലാതെ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നത് ആരായിരുന്നാലും അവരെ ഞാൻ ഉടനടി പുറന്തള്ളും. എല്ലാവർക്കും മനസ്സിലായോ? നോക്കൂ, ദൈവം എത്ര നല്ലവനാണെന്ന്. നാം ഇവിടെ മാനുഷികമായ ഒരു കാര്യത്തിനാണ് വന്നത്. എങ്കിലും ദൈവികമായ ഒരു കാര്യം നേടിയെടുത്താണ് നാം തിരികെ പോകുന്നത്. മാനസാന്തരപ്പെട്ട ഈ പുതിയ ആത്മാവിന്റെ പേരിൽ സ്വർഗത്തിലുള്ള സന്തോഷം ഓർക്കുമ്പോൾ ഞാനും സന്തോഷം കൊണ്ട് മതിമറക്കുന്നു. അവർ ആ വീടിന്റെ അടുത്തെത്തി. അയാൾ വീട്ടുപടിക്കൽ തന്നെയുണ്ട്. ഇരുണ്ട നിറത്തിലുള്ള ഒരു കുപ്പായവും അതിന് യോജിച്ച മേൽക്കുപ്പായവുമാണ് അയാൾ അണിഞ്ഞിരിക്കുന്നത്. ഇട്ടിരിക്കുന്ന ചെരുപ്പുകൾ പുതിയവയാണ്. തോളിൽ മനോഹരമായ ഒരു സഞ്ചിയുണ്ട്. അയാൾ മുറിയിൽ കയറി കതകടച്ചു. കഠിനഹൃദയനെന്ന് കരുതപ്പെട്ടിരുന്ന അയാൾ ഒരു വെള്ളക്കോഴിയെ കയ്യിലെടുത്ത് ചുംബിച്ചിട്ട് കണ്ണീർ പൊഴിച്ചുകൊണ്ട് അതിനെ താഴെ വച്ചു. കാര്യമറിയാതെ അത് കൊക്കിക്കൊണ്ടിരുന്നു. ഇനി നമുക്ക് പോകാം. എന്നോട് ക്ഷമിക്കുക. എന്റെ കോഴികൾക്ക് എപ്പോഴും എന്നോട് വളരെ ഇഷ്ടമാണ്. ഞാൻ അവരോട് സംസാരിക്കുകയും അവ എന്നെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. നിങ്ങളെ ഞാനും മനസ്സിലാക്കുന്നു, സ്നേഹിക്കുകയും ചെയ്യുന്നു. അത്രയധികമായി സ്നേഹിക്കുന്നു. കഴിഞ്ഞ 35 വർഷമായി ലോകം നിങ്ങൾക്ക് നിഷേധിച്ചിരുന്ന മുഴുവൻ സ്നേഹവും ഞാൻ നിങ്ങൾക്ക് തരാം. ഓ, അതെനിക്കറിയാം. ഞാനത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ കൂടെ വരുന്നത്. എന്നാൽ മനുഷ്യരെക്കാൾ വിശ്വസ്തത പുലർത്തുന്ന ജന്തുക്കളെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യന്റെ വികാരങ്ങൾ മാനിക്കണേ. ശരി, നിങ്ങളുടെ കഴിഞ്ഞ കാലമൊക്കെ മറക്കൂ. നിങ്ങൾക്ക് വളരെയേറെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. നല്ല പരിചയസമ്പന്നനാകയാൽ അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയും. ശമയോനെ, ഇവിടെ വരിക. മത്തായിയും വന്നോളൂ. ഇത് കേൾക്കൂ. ഈ മനുഷ്യൻ ഒരു ജയിൽപുള്ളി എന്നതിലുപരി ഒരു കുഷ്ഠരോഗിയായിരുന്നു. പിന്നെ ഇയാൾ ഒരു പാപിയാണ്. അവർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ പാവപ്പെട്ട ഹൃദയങ്ങളെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിവുണ്ട്. ഇത് ശരിയല്ലേ? എന്റെ കർത്താവേ, അങ്ങയുടെ സന്മനസ്സിന് നന്ദി. എന്നാൽ ദൈവത്തെ സേവിക്കുന്നതിലൂടെ ഇതുവരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഇനി സമാധാനം മാത്രമേ നിലനിൽക്കുകയുള്ളൂവെന്നും എന്റെ ഈ സുഹൃത്തിന് ഉറപ്പു കൊടുക്കണം, തീക്ഷ്ണൻ പറഞ്ഞു. ശരിയാണ്. പഴയ തിന്മകളുടെയും വിദ്വേഷത്തിന്റെയും സ്ഥാനത്ത് സമാധാനവും പുതിയ യൗവനവും കൈവരിക്കുക. ഞാൻ ഒരു ചുങ്കം പിരിവുകാരൻ ആയിരുന്നു. ഞാനിപ്പോൾ ഒരു അപ്പസ്തോലനാണ്. ലോകം ഞങ്ങളുടെ മുന്നിലുണ്ട്. അതേപ്പറ്റി ഞങ്ങൾക്ക് മുഴുവനായും അറിയാം. ആപത്കരമായ പഴത്തിനടുത്തേക്ക് അറിയാതെ ചെല്ലുന്ന അശ്രദ്ധരായ കൊച്ചുകുട്ടികളല്ല ഞങ്ങൾ. ഞങ്ങളെ പിടിച്ചു വളയ്ക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഞങ്ങൾ വസ്തുതകൾ ശരിയായി മനസ്സിലാക്കുന്നു. പാപം എങ്ങനെ ഒഴിവാക്കണമെന്നും മറ്റുള്ളവരെ അതിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കണമെന്നും ഞങ്ങൾക്ക് അറിയാം. വളഞ്ഞുപോയവരെ നിവർത്തിയെടുക്കാനും അറിയാം. എന്തുകൊണ്ടെന്നാൽ പിന്തുണ ലഭിക്കുകയെന്നത് എത്ര ആശ്വാസകരമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആരാണ് പിന്തുണ തരുന്നതെന്നും ഞങ്ങൾക്ക് അറിയാം. അത് ദൈവമാണ്. മത്തായി പറഞ്ഞു. ഇത് പറഞ്ഞത് ശരിയാണ്, പൂർണ്ണമായും ശരിയാണ്. അങ്ങ് ഞങ്ങളെ സഹായിക്കും. അങ്ങേക്ക് നന്ദി. ദുർഗന്ധം വമിക്കുന്ന ഒരിടത്തു നിന്നും സുഗന്ധപൂരിതവും പുഷ്പാലങ്കൃതവുമായ ഒരു പുൽപ്പുറത്തേക്ക് വന്ന അനുഭൂതിയാണ് എനിക്കുള്ളത്. പണ്ട് അനത്തോളിയയിലെ ഖനിയിൽ നിന്ന് 20 വർഷത്തെ കഠിന തടവിനും കഠിനാധ്വാനത്തിനും ശേഷം പുറത്തു വന്നപ്പോൾ എനിക്ക് ഇതുപോലൊരു അനുഭവമുണ്ടായി. നല്ല കൊടുങ്കാറ്റുള്ള ഒരു രാത്രിയിൽ ഞാൻ രക്ഷപ്പെട്ട് വന്യമായ ഒരു മലയുടെ മുകളിലെത്തി. നേരം വെളുത്തപ്പോൾ തുറസായ സ്ഥലവും നല്ല സൂര്യപ്രകാശവും ഞാൻ കണ്ടു. എല്ലായിടത്തും സുഗന്ധപൂരിതമായ വൃക്ഷങ്ങൾ. സ്വാതന്ത്ര്യം. എന്നാൽ
ഇത് അതിലും മെച്ചമാണ്. എല്ലാം കൂടുതൽ ശ്രേഷ്ഠമായിരിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായി എന്റെ ദേഹത്ത് ചങ്ങലയില്ല. എന്നാൽ വിദ്വേഷവും ഭയവും ഏകാന്തതയും ചങ്ങലകളായി ഇതുവരെയും എന്നോടൊപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ അവയും പൊട്ടിപ്പോയിരിക്കുന്നു. അങ്ങയെ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വൃദ്ധന്റെ വീട്ടുപടിക്കൽ നാം ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഹേയ് മനുഷ്യാ! വൃദ്ധനായ ആ മനുഷ്യൻ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. ഒറ്റക്കണ്ണനായ ആൾ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അയാൾ അത്ഭുതസ്തബ്ധനായി. ഇതെടുത്തോളൂ. ഇത് എന്റെ വീടിന്റെ താക്കോലാണ്. ഞാൻ നല്ല കാര്യത്തിനായി ദൂരെ പോവുകയാണ്. എനിക്ക് അങ്ങയോട് നന്ദിയുണ്ട്. കാരണം അങ്ങാണ് എന്നെ സഹായിച്ചത്. അങ്ങ് എനിക്ക് ഒരു കുടുംബം ഉണ്ടാക്കിത്തന്നു. എന്റെ ധനം കൊണ്ട് താങ്കൾ ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക. എന്റെ കോഴികളെ നോക്കിക്കൊള്ളണേ. അവയെ നല്ലതുപോലെ നോക്കണം. ഒരു റോമാക്കാരൻ എല്ലാ ശാബത്തിലും വന്ന് മുട്ട വാങ്ങിക്കൊള്ളും. അതിന്റെ ആദായം അങ്ങേക്കെടുക്കാം. എന്റെ കോഴിക്കുഞ്ഞുങ്ങളെ പ്രത്യേകം രക്ഷിക്കണേ. അതിന് ദൈവം താങ്കൾക്ക് പ്രതിഫലം തരും. വൃദ്ധന് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ താക്കോൽ കയ്യിൽ വാങ്ങി വാ പൊളിച്ചു നിന്നു. ഈശോ പറഞ്ഞു, അതെ, ഇദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്യുക. ഞാനും അങ്ങയോട് നന്ദിയുള്ളവനായിരിക്കും. ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നസ്രായൻ, അങ്ങ് കാരുണ്യം. ഞാൻ കർത്താവിനോട് സംസാരിച്ചു. സ്ത്രീകളെ, പുരുഷന്മാരെ, ഇതാ മിശിഹ ഇവിടെ. അയാൾ ഒരു കഴുകനെ പോലെ ഒച്ചയുണ്ടാക്കി. ആളുകൾ പലയിടത്തു നിന്നും ഓടിയെത്തി. ഞങ്ങളെ അനുഗ്രഹിക്കൂ, അവർ വിളിച്ചു പറഞ്ഞു. ചിലർ പറഞ്ഞു, ഇവിടെ താമസിച്ചാലും. മറ്റു ചിലർ ചോദിച്ചു, അങ്ങ് എവിടെ പോകുന്നു? കുറഞ്ഞ പക്ഷം അങ്ങ് എങ്ങോട്ട് പോകുന്നുവെന്ന് ഞങ്ങളോട് പറയുക. ഞാൻ നായിനിലേക്ക് പോവുകയാണ്. ഇവിടെ താമസിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ അങ്ങയെ പിന്തുടരാം. ബുദ്ധിമുട്ടില്ലല്ലോ. വരിക, ഇവിടെ നിൽക്കുന്നവർക്ക് ശാന്തിയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. അവർ മുഖ്യപാതയിൽ പ്രവേശിച്ച് അതിലൂടെ നടന്നു. ഈശോയുടെ അടുത്തുകൂടി നടന്നിരുന്ന മനുഷ്യൻ ഒരു വലിയ സഞ്ചി താങ്ങിക്കൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസിന് ജിജ്ഞാസ തോന്നി. അദ്ദേഹം ചോദിച്ചു, എന്താണിതിൽ? വലിയ ഭാരം തോന്നിക്കുന്നല്ലോ. എന്റെ തുണികളും പുസ്തകങ്ങളുമാണ്. എന്റെ സുഹൃത്തുക്കളായ കോഴികളെ വിട്ടുപോരാൻ എനിക്ക് മനസ്സിലായിരുന്നു. എങ്കിലും അവയ്ക്ക് വലിയ ഭാരമാണ്. ഹേയ്, ശാസ്ത്രത്തിനാണ് ഭാരം. തീർച്ചയായും ആരാണ് അത് ഇഷ്ടപ്പെടുന്നത്? എന്നെ ഭ്രാന്തനാവാതെ പിടിച്ചു നിർത്തിയത് ഇവയാണ്. ഹാ, നിങ്ങൾക്കത് വളരെ ഇഷ്ടമായിരിക്കും. എന്ത് പുസ്തകങ്ങളാണിവ? തത്വചിന്ത, ചരിത്രം, ഗ്രീക്ക്, റോമൻ കവിത. കൊള്ളാം, തീർച്ചയായും കൊള്ളാം. ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഇവ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. എന്നാൽ എല്ലാം കൂടി ഒന്നിച്ചു ചെയ്യാൻ കഴിയില്ല, അല്ലേ മിശിഹ? എന്നെ ഗുരുവെന്ന് വിളിക്കുക. വേണ്ട, അങ്ങനെ വിളിക്കാൻ താങ്കൾക്ക് പറ്റില്ല. എങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളായ പുസ്തകങ്ങളെ സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരു പദവി ഞാൻ നിങ്ങൾക്ക് തരാം. പുറജാതിക്കാരുമായി ദൈവത്തെപ്പറ്റി ചർച്ച ചെയ്യുവാൻ അവ നിങ്ങളെ സഹായിക്കും. ഓഹോ, എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മോചിതമായ സ്വതന്ത്ര ചിന്തയാണല്ലോ അങ്ങയുടേത്. ഈശോ പുഞ്ചിരിക്കുകയും പത്രോസ് അത്ഭുതപ്പെടുകയും ചെയ്തു. അത്ഭുതപ്പെടേണ്ട, അവിടുന്ന് ജ്ഞാനമാണ്, കൂടാതെ നന്മയുമാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അങ്ങ് വിദ്യാസമ്പന്നനാണോ? ഞാനോ? ഓഹോ, അങ്ങേയറ്റം വിദ്യാസമ്പന്നനാണ്. എനിക്ക് കുറെ വാചാലമായി സംസാരിക്കാൻ അറിയാം. അവിടെ എന്റെ മിടുക്ക് തീർന്നു. സുഹൃത്തെ, ഞാനൊരു മുക്കുവനാണ്. പത്രോസ് പുഞ്ചിരിച്ചുകൊണ്ട് വിനയത്തോടെ നിഷ്കപടമായി പറഞ്ഞു. അങ്ങ് സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. ഇത് താങ്കൾ സ്വയം പഠിച്ച ഒരു ശാസ്ത്രമാണ്. ഇത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ശാസ്ത്രവുമാണ്. ഞാനത് ഇഷ്ടപ്പെടുന്നു. ഞാൻ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആത്മാർത്ഥത ഉള്ളയാളാണ്. കൂടാതെ താങ്കൾ സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ എല്ലാം ക്ഷമിക്കുന്നു, എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദുഷ്ടമനുഷ്യരുടെ കർക്കശമായ ഒരു ശത്രുവാണ് ഞാൻ.
അവർ എന്നെ അവശനാക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. ദുഷ്ടനായ മനുഷ്യൻ സ്വന്തം കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവൻ. അത് ശരി തന്നെ. അങ്ങയുടെ സഞ്ചി കുറെ നേരം ഇങ്ങോട്ട് തന്നേക്കൂ. ഒരു കാരണവശാലും ഞാൻ പുസ്തകങ്ങളുമായി കടന്നു കളയുകയില്ലെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടല്ലോ. ഇത് കൊണ്ടു നടക്കാൻ താങ്കൾ ബുദ്ധിമുട്ടുന്നതായി എനിക്ക് തോന്നുന്നു. ഒരു ഖനിയിൽ 20 വർഷം പണിയെടുത്ത് താങ്കളുടെ നട്ടെല്ല് തകർന്നിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? എന്തുകൊണ്ടെന്നാൽ സഹോദരന്മാരെ പോലെ നാം പരസ്പരം സ്നേഹിക്കണമെന്ന് ഗുരു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അവ എന്റെ പക്കൽ തരിക. എന്റെ ഈ തുണിക്കെട്ട് നിങ്ങൾ എടുത്തോളൂ. എന്റെ സഞ്ചിക്ക് വലിയ ഭാരമില്ല. അതിൽ ചരിത്രമോ കവിതയോ ഒന്നുമില്ല. എന്റെ ചരിത്രവും കവിതയും പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റുള്ളവയുമെല്ലാം അവിടുന്നാണ്. എന്റെ ഈശോ ആണ്. നമ്മുടെ ഈശോ ആണ്.